ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോലബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം അല്ലേ, വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് അല്ലേ. അപ്പൊ ആ വാട്ടറിൽ എല്ലാ സബ്സ്റ്റൻസും ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ, എല്ലാ സബ്സ്റ്റൻസും വാട്ടറിൽ സോലബിൾ ആണോ, സോലബിൾ അല്ലാത്ത സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലേ, നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിലൊക്കെ എന്താണ് സോൾട്ട് ഉണ്ടായിരിക്കും, ഷുഗർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വാട്ടർ എടുക്കുകയാണ്, അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തു, അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തു, നന്നായിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യാണ്. എന്താ സംഭവിക്കുക? യെസ്, കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിർ ചെയ്തതിനനുസരിച്ച് എന്താവാൻ തുടങ്ങും? നമ്മൾ ഇട്ടിട്ടുള്ള സോൾട്ട് ആണെങ്കിലും ശരി, ഷുഗർ ആണെങ്കിലും ശരി, നമുക്ക് പിന്നെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല അല്ലെ. അതായത് അത് കംപ്ലീറ്റ് ആയിട്ട് ആ സബ്സ്റ്റൻസ്, ഷുഗറിന്റെയും സോൾട്ടിന്റെയും ഒക്കെ സബ്സ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് യെസ് ഡിസപ്പിയർഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വാട്ടറിൽ ഡിസോൾവ്ഡ് ആയിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ വാട്ടറിൽ സോലബിൾ ആണ്, ദേ ആർ സോലബിൾ ഇൻ വാട്ടർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും അല്ലെ. സോലബിൾ സബ്സ്റ്റൻസുകളാണ് അല്ലെ നമ്മുടെ വാട്ടറിൽ. അങ്ങനെയാണെങ്കിൽ ഇതേ കാര്യം നമ്മൾ വേറൊരാളെ വെച്ച് ചെയ്യാൻ പോവാണ്. ആരാണ്? നമ്മൾ ഇതേ ആരെ എടുക്കണു? സാൻഡ് എടുക്കണു, കുറച്ച് സാൻഡ് എടുക്കണു. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്ത് അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്, എന്ത് മിക്സ് ചെയ്യാണ്? സാൻഡ് മിക്സ് ചെയ്യാണ്. നേരത്തെ തന്നെ നമ്മൾ നന്നായിട്ട് സ്പൂൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണോ? സ്റ്റിർ ചെയ്യുന്നു അല്ലെ. എത്ര ടൈം നമ്മൾ എടുത്ത് സ്റ്റിർ ചെയ്താലും ശരി, ആ സാൻഡ് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് ഡിസപ്പിയർഡ് ആവോ അല്ലെങ്കിൽ ഡിസോൾവ് ആവോ ചെയ്യോ? ഒരിക്കലും ഇല്ല. നമുക്ക് എഗെയിൻ എന്ത് കാണാൻ പറ്റും? ആ സാൻഡ് അതേപോലെ അതിനകത്ത് കാണാൻ പറ്റും അല്ലേ. കുറച്ച് സമയം വെച്ചിരുന്നു കഴിഞ്ഞാൽ ദാണ്ട് ഇതേപോലെ എന്ത് ചെയ്യുന്നത് കാണാം, നമുക്ക് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് കാണാം. അതായത് ആ സാൻഡിന് ഒരു മാറ്റവും സംഭവിച്ചില്ല, അത് അങ്ങനെ തന്നെ അതിൽ കിടക്കുകയാണ് അല്ലെ. അപ്പൊ എങ്ങനെയുള്ള ഈ പറഞ്ഞതുപോലെ എന്താവാത്ത ആളുകള്, ഡിസപ്പിയർ ആവാത്ത ആളുകളെ അല്ലെ നമുക്ക് എന്ത് വിളിക്കാം, അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ആവാത്ത ആളുകളാണ് അല്ലെ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാട്ടറിന്റെ അകത്ത് ഇൻസോലബിൾ ആണെന്ന് നമ്മൾ പറയുന്നത്. ദേ ആർ ഇൻസോലബിൾ ഇൻ വാട്ടർ അല്ലെ. അപ്പൊ സോലബിൾ ആയിട്ടുള്ള ആളുകളും ഉണ്ട്, ഇൻസോലബിൾ ആയിട്ടുള്ള ആളുകളും ഉണ്ട്. സോലബിളിന് നമ്മൾ ഓൾറെഡി എക്സാമ്പിൾസ് പറഞ്ഞു അല്ലെ. സോൾട്ട്, ഷുഗർ ഒക്കെ നമുക്ക് എന്താണ്? സോലബിൾ ആയിട്ടുള്ള ആളുകളാണ്. ഇനി ഇൻസോലബിൾ ആയിട്ടുള്ള ആളുകൾക്കാണ് നമ്മളിപ്പോ സാൻഡ് പറഞ്ഞത്. ഇതേപോലെ തന്നെയുള്ള ആളുകളാണ് ആര്? നമ്മൾ കുറച്ച് ചോക്ക് പൗഡർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ അവരെന്താണ്? ഇൻസോലബിൾ ആണ് അല്ലെ. അതേപോലെ തന്നെയാണ് ആര്? നമ്മുടെ സോഡസ്റ്റ് എന്ന് പറയുന്നതും. ഇതും നമ്മുടെ വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവില്ല? ഡിസപ്പിയർഡ് ആവുന്നില്ല അല്ലെ. അതായത് അവരെന്താണ്? ഇൻസോലബിൾ ആണ്. അപ്പൊ നമുക്ക് അതിനും എക്സാമ്പിൾസ് കിട്ടി അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഏത് സ്റ്റേറ്റ് ആണ്? നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലുള്ള ആളുകളല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാട്ടറിനെ പോലെ തന്നെയുള്ള, അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആളുകൾ എല്ലാവരും സോലബിൾ ആണോ എന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് എന്ത് നോക്കാം? സോലബിലിറ്റി ഓഫ് ലിക്വിഡ്സ് ഇൻ വാട്ടർ അല്ലെ. വാട്ടറിൽ എല്ലാ ലിക്വിഡ്സും സോലബിൾ ആണോ? നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അല്ലെ, അല്ലെങ്കിൽ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അവിടെയും എന്തുണ്ട്? സോലബിൾ ആയിട്ടുള്ള ആളുകളും ഉണ്ട്, നമുക്ക് ഇൻസോലബിൾ ആയിട്ടുള്ള ലിക്വിഡ്സും ഉണ്ട് അല്ലെ. അപ്പൊ എക്സാമ്പിൾസ് നോക്കിയാലോ. സോലബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ദേ നമ്മുടെ ലെമൺ ജ്യൂസ്. നമുക്കറിയാം നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ലെമൺ ജ്യൂസ് എന്താണ്? വാട്ടർ സോലബിൾ ആണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ വിനെഗർ എന്ന് പറയുന്നത്. വിനെഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീട്ടിൽ അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് അതിൽ ചേർക്കാറുണ്ട് അല്ലെ നമ്മൾ. അപ്പൊ വിനെഗറും എന്താണ്? യെസ്, അതൊരു ലിക്വിഡ് ആണ്. അതെന്താണ്? വാട്ടർ സോലബിൾ ആണ്. എന്നാൽ ഇൻസോലബിൾ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? നമ്മുടെ വീട്ടിലൊക്കെ കോക്കനട്ട് ഓയിൽ ഉണ്ടാവും അല്ലെ. നമ്മൾ കുറച്ച് വാട്ടർ എടുത്തിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ അതിനകത്ത് മിക്സ് ആക്കി നോക്കിക്കേ, അതെന്താവില്ല? അതിനകത്ത് അങ്ങോട്ട് മിക്സ് ആവില്ല അല്ലെ. അതായത് അതിനകത്ത് അങ്ങോട്ട് ഡിസപ്പിയർഡ് ആവില്ല, അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ആവത്തില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോക്കനട്ട് ഓയിൽ മാത്രമല്ല കേട്ടോ, ഓയിൽസ് ഒക്കെ എന്താണ്? വാട്ടറിൽ ഇൻസോലബിൾ ആണ്. അതേപോലെ തന്നെയാണ് എന്ത്? നമ്മുടെ കെറോസിൻ അല്ലെ. നമ്മുടെ കെറോസിൻ വീട്ടിലുണ്ടാവില്ലേ? കെറോസിൻ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ദേ ഇങ്ങനെ ലെയർ ആയിട്ട് മാറി നിൽക്കുക എന്നല്ലാതെ അത് എന്ത് ചെയ്യില്ല? നമ്മുടെ വാട്ടറിന്റെ അകത്ത് അത് യെസ് സോലബിൾ ആവില്ല. അപ്പൊ ഈ ഓയിലും കെറോസിനും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? വാട്ടറിൽ ഇൻസോലബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിന് എക്സാമ്പിൾ ആണ് അല്ലെ. വാട്ടറിൽ സോലബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? നമ്മുടെ വിനെഗറും നമ്മുടെ ലെമൺ ജ്യൂസും ഒക്കെ. സോ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം സോളിഡ്സിന്റെ കാര്യം അല്ലെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ ലിക്വിഡ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി മക്കൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഗ്യാസ് ഉണ്ടാവില്ലേ, ഗ്യാഷ്യസ് സ്റ്റേജിലുള്ള ആളുകൾ, ഈ നമ്മുടെ എയർ ഒക്കെ പറയാം അല്ലെ, ഇത് നമ്മുടെ വാട്ടറിൽ സോലബിൾ ആണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്കറിയാം അല്ലെ, നമ്മളൊക്കെ സോഡ കുടിക്കാറില്ലേ, അല്ലെങ്കിൽ സോഡ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സോഡയൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു ലിഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ ബബിൾസ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ബബിൾസ് ഇങ്ങനെ വരുന്നത് കാണാം അല്ലെ. എന്താണ് ഈ ബബിൾസ്? എയർ
എയർ ബബിൾസ് എന്താണ് സംഭവം എന്ന് അറിയാമോ നിങ്ങൾക്ക്? യെസ്, ആക്ച്വലി നമ്മൾ സോഡ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? കാർബൺ ഡൈ ഓക്സൈഡ് അറിയാം അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗ്യാസ് ആണ്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന സോഡ എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ വാട്ടറിൽ എന്ത് ചെയ്യാണ്? ഡിസോൾവ് ചെയ്യിപ്പിക്കുക അല്ലെ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്യാസ് അല്ലേ, ഗ്യാസ് സ്റ്റേറ്റിലുള്ള ആളല്ലേ, അതിനെ നമുക്ക് വാട്ടറിൽ എന്ത് ചെയ്യിക്കാൻ പറ്റും? ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. നല്ല പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ ലിഡ് നമ്മൾ തുറക്കുന്ന സമയത്ത്, ആ പ്രഷർ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ്, ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാണ്? അതിന്റെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അതാണ് ഈ ബബിൾസ് ആയിട്ട് പോകുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. സോ നമ്മുടെ പോയിന്റ് ഇതാണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആളുകൾ അല്ലേ, നമ്മുടെ ഗ്യാസസും എന്താണ്? വാട്ടറിൽ സോല്യൂബിൾ ആണ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സോഡ വാട്ടർ എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? സോഡ വാട്ടർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതേ കാര്യം മനസ്സിലാക്കാൻ മറ്റൊരു എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളിപ്പോൾ വാട്ടർ റിസോഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ജീവികളുണ്ട് അല്ലേ, ഒരുപാട് ഓർഗാനിസം. ഫോർ എക്സാമ്പിൾ ഫിഷ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറിലാണ് അതിന്റെ ലൈഫ് അല്ലേ, വാട്ടറിലാണ് അത് ജീവിക്കുന്നത്. നമുക്കറിയാം ഏതൊരു ഓർഗാനിസത്തിനും അല്ലെ, ഏതൊരു ലിവിങ് ഓർഗാനിസത്തിനും ജീവിക്കണമെങ്കിൽ എന്ത് കിട്ടണം? ഓക്സിജൻ കിട്ടണ്ടേ? ബ്രീത്തിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ ഓക്സിജൻ ഇല്ലാതെ അവർക്ക് ആർക്കെങ്കിലും ജീവൻ നിലനിർത്താൻ പറ്റുമോ? ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലെ. അപ്പൊ ഈ വാട്ടറിന്റെ അകത്തുള്ള ആളുകൾക്ക് എവിടുന്നാ ഓക്സിജൻ കിട്ടുന്നത്? യെസ്, അവർക്ക് ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള എന്തുണ്ട്? ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന എന്തുണ്ടായിരിക്കും? ഓക്സിജൻ ഉണ്ടായിരിക്കും. അതായത് ഗ്യാസസ് എന്താണ്? നമ്മുടെ വാട്ടറിൽ സോല്യൂബിൾ ആണ് അല്ലെ. അതാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് ഇവര് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം എന്താണ്? ഗ്യാസസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോളിഡ്സും ലിക്വിഡ്സും ഒക്കെ കണ്ടതുപോലെ തന്നെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആളുകളും ഗ്യാസസും എന്താണ്? നമ്മുടെ വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ സോല്യൂബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് മക്കൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ സോല്യൂബിൾ ആയിട്ടുള്ള ആളുകൾക്കും ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ആളുകൾക്കും നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെ, കെമിസ്ട്രിയിലുള്ള കുറെ പോർഷൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.